അങ്ങനെ സെക്സിനെയും നിൻ്റെ ജീവിതത്തെയും വേർതിരിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് ഈ യൂട്യൂബിലൂടെ ചിലർ പഠിപ്പിച്ചു വിടുന്നത്. ഹല്ലേലൂയ. നമുക്ക് തന്നെ പരിശോധിക്കാം, അങ്ങനെ സെക്സിനെയും ജീവിതത്തെയും വേർതിരിക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, പരിഷ്കൃത രാജ്യമായാലും അപരിഷ്കൃത രാജ്യമായാലും ഒരു വ്യക്തി സെക്സ് പങ്കുവെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തി താൻ ഈ മേഖലയിൽ വഞ്ചിക്കപ്പെട്ടു എന്നെങ്ങാനൊരു തിരിച്ചറിവുണ്ടായാൽ ഒട്ടനെ തന്നെ ആ വ്യക്തിക്കുണ്ടാകുന്നത് എൻ്റെ ജീവിതം പോയി എന്ന ചിന്തയാണ്. ഉണ്ടോ? സെക്സ് പങ്കുവെച്ച ശേഷം ആ മേഖലയിൽ താൻ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ, ലോകത്തിന് ഏത് ഭാഗത്തായിക്കൊള്ളട്ടെ, ആ വ്യക്തിക്കുണ്ടാകുന്ന ആദ്യത്തെ വികാരം എൻ്റെ ജീവിതം പോയി എന്നാണ്. ജീവിതം പോയി എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ ഉടനെ ആ വ്യക്തി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. വേറെ ചിലര് ആത്മഹത്യക്കൊന്നും ശ്രമിച്ചില്ലെങ്കിലും ജീവിതം പോയി എന്ന ചിന്ത ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ബോധപൂർവം തന്നെ ജീവിതത്തെ പിന്നെ കാണാൻ സാധിക്കാതെ വരികയും ബോധമില്ലാത്തവനായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ അടിമയായി കഴിയുന്ന ധാരാളം പേരുണ്ട്.